ഈ ഫ്രീസറുകളിൽ ഓരോരുത്തരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ടീച്ചർമാരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ആന എന്നൊക്കെ പഠിപ്പിച്ച അധ്യാപകർ. എങ്ങനെ അക്ഷരങ്ങൾ വാക്കുകൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകരുടെ ചേതനയറ്റ ശരീരം സൂക്ഷിച്ച ഫ്രീസറിൽ ആ വാക്കുകൾ ആ അക്ഷരങ്ങൾ വായിക്കേണ്ടി വരുന്ന കുരുന്നുകളുടെ ദുഃഖം അത് മാത്രമാണ് എന്നെ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും സങ്കടക്കടലിലാഴ്ത്തുന്നത്. അത്ര വലിയ ദുഃഖമാണ് ആ കുരുന്നുകൾ അനുഭവിക്കുക. ഇവിടെ കൂടിയ ഓരോ മനുഷ്യരും അത്രയും ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടക്കിപ്പിടിച്ച വിങ്ങലുകളായിരുന്നു ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തുന്നത് വരേക്കും ഉണ്ടായിരുന്നതെങ്കിൽ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ വലിയ തരത്തിലുള്ള കൂട്ടക്കരച്ചിലായി വലിയ വിങ്ങിപ്പൊട്ടലായി അത് മാറി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പൊതുദർശനം ഔദ്യോഗികമായി അല്പസമയത്തിനകം തുടങ്ങും. ഈ മൃതദേഹങ്ങൾ ഇപ്പോഴാണ് ഇവിടെ എത്തിച്ചത്. നമ്മൾ ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ഓരോ മൃതദേഹങ്ങളായി പന്തലിലെത്തിച്ച് 9 മൃതദേഹങ്ങൾ എത്തിച്ചു. ബന്ധുക്കൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹങ്ങൾക്കൊപ്പം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഈ കുരുന്നുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യാപകർ പഠിപ്പിച്ച അവരുടെ പ്രിയപ്പെട്ട കുരുന്നുകൾ ഈ അധ്യാപകർക്ക് അവസാനമായി ഒരു ഗുഡ് ബൈ പറയും. അങ്ങനെ തന്നെ ഓരോ ദിവസവും ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പോരുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞായിരിക്കും കൈ പിടിച്ച് കുളിക്കുകയായിരിക്കും ഈ കുരുന്നുകൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അവസാനമായി അവരുടെ കൈ പിടിച്ച് കുളിക്കാൻ ഈ ടീച്ചർമാരില്ല. പക്ഷേ അവരോട് ഗുഡ് ബൈ പറയാൻ ആ കുരുന്നുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ സങ്കടകരമായ കാഴ്ച എന്ന് തന്നെ പറയാം. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം. ഷബീർ, ഇപ്പോൾ 9 മണി കഴിഞ്ഞ 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഒരു LP സ്കൂൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളും എല്ലാവരും തമ്മിലൊരു പ്രത്യേക അടുപ്പമായിരിക്കും. ഇപ്പോഴും നമ്മളെയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചർമാരുടെ പേരുകളൊക്കെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. അതുപോലെ അവർ പഠിപ്പിച്ചു വിട്ട എത്രയോ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ മുതിർന്നവരായിട്ടുണ്ട്, അവരവിടെ എത്തിയിട്ടുണ്ടാകാം. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. ആ സ്കൂളിനെ ഒന്നാകെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ആ സ്കൂളിൻ്റെ നെടുന്തൂണുകളായ ഹെഡ് മിസ്ട്രസ് അടക്കം 7 അധ്യാപകരുടെ ജീവനാണ് പാതി വഴിയിൽ പൊലിഞ്ഞു പോയത്. അത് ആ നാടിനെ, ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെ, അങ്ങനെ എത്ര വീടുകളെയാണ് കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. ഷബീർ, സുജ പാർവതി, തീർച്ചയായും ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്. അതായത് പാങ് ഗവൺമെൻറ് LP സ്കൂള് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ ചേതനറ്റ ശരീരമായി കിടക്കുന്ന അധ്യാപകരിൽ പലരും വർഷങ്ങളായി അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. സുജയെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഈ ചെറിയ കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നാനാതുറകളിലുള്ള വലിയ മനുഷ്യർ കൂടി പണ്ട് ഈ അധ്യാപകരുടെ കുട്ടികളായിരുന്നിരിക്കും. അവർ കൂടിയാണ് വിങ്ങിപ്പൊട്ടിയ ഹൃദയമായി അവസാനമായി ഒരു നോക്കു കാണാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പാങ് ഒരു ഗ്രാമമാണ്. മലപ്പുറം പൊതുവെ ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ മലപ്പുറം പാങ്ങിൽ ഈ LP സ്കൂളിലെ അധ്യാപകരും ഈ നാട്ടുകാരും തമ്മിൽ വലിയ ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. നാടിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ സ്കൂൾ. അതിലെ അധ്യാപകർ ഈ നാട്ടുകാരായിരുന്നു, ഈ നാടിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ വലിയ ആത്മബന്ധമുണ്ടായിരുന്ന നാട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഉറ്റവരാണ് വിടവാങ്ങിയിരിക്കുന്നത്. സങ്കടകരമായ കാഴ്ചകളാണ് സുജ ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന പന്തലിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പലരും അവിടെ വികാര നിർഭരമായ നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അവിടെ എത്തി അവസാനമായി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടത് അധ്യാപകരുടെ സംഘമാണ്. ഒരു ഒറ്റ ദിവസം, ഇന്നലത്തെ ആ ഒറ്റ ദിവസം, അത് ഉല്ലാസത്തോടെയുള്ള ഒരു യാത്രക്കിടയിലെ ഒരു വൈകുന്നേരം, ആ വൈകുന്നേരം അവർ ചായയൊക്കെ കുടിച്ച് വാഹനത്തിൽ യാത്ര തുടരുമ്പോൾ അതിനു മുൻപ് അതിരപ്പള്ളിയിലെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞ ഒരു യാത്ര. ആ യാത്രക്കിടയിലാണ് ആ ഹെയർപിൻ വളവുകൾ ഇറങ്ങുമ്പോൾ ആ 40 വളവുകളെ പറ്റിയൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാകും. ആ വളവുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് അതിലൊരു വളവ് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു മരണവളവായി മാറുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അനാഥമായത് 9 പേർ എന്ന് പറയുമ്പോൾ 9 കുടുംബങ്ങൾ. ആ 9 കുടുംബങ്ങൾ മാത്രമല്ല, ഒരു സ്കൂള് തന്നെ അനാഥമായ ഒരു ദിവസമായി ഇത് മാറുകയാണ്. പാങ്ങിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പാങ് HSSലേക്ക് ഉള്ളുലഞ്ഞെത്തുന്ന മനുഷ്യരെ നമുക്ക് കാണാം. ഈ 9 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു നാടിനെ ആകെ ബന്ധിപ്പിച്ച് നിർത്തുന്ന കണ്ണികളായ 9 പേർ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ആ സ്കൂളിൽ ഇനി ഇവർ വിനോദയാത്ര പുറപ്പെട്ട സംഘം പ്രവർത്തിച്ചിരുന്ന പാങ് GLP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപികമാരും ഒരു പ്യൂണും മാത്രമാണ്. ആ സ്കൂളിനെ ആകെ താങ്ങി നിർത്തിയിരുന്ന, ആ സ്കൂളിൻ്റെ നെടുംതൂണായിരുന്ന ഹെഡ് മിസ്ട്രസ് അടക്കം ആ സ്കൂളിലേക്ക് ഇനി മടങ്ങി വരില്ല. അന്ത്യയാത്രാമൊഴിയേക്കാൻ അവിടെ കുഞ്ഞുങ്ങളടക്കം കാത്തു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി
മന്ത്രി ഇപ്പോൾ ആ 9 പേർക്കും വിട പറഞ്ഞ 9 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ അധ്യാപക സംഘത്തിൻ്റെ വിനോദയാത്രാ വിവരം അവരത് സ്റ്റാറ്റസുകളായും ഗ്രൂപ്പിൽ വീഡിയോകളായും ഒക്കെ ആ യാത്രാവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയധികം സന്തോഷത്തോടെ ഏറ്റവും റിലാക്സ്ഡായി. കാരണം ഒരു സ്കൂൾ വർഷത്തിൻ്റെ അവസാനം കിട്ടുന്ന അവധി ദിനങ്ങൾ, അതിനുശേഷം ഇനിയിപ്പോൾ പേപ്പർ കറക്ഷനും അടുത്ത സ്കൂൾ വർഷത്തിനുള്ള തയ്യാറെടുപ്പും ഒക്കെ അജിത ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ആ സ്കൂളിൽ നടക്കേണ്ടതാണ്. അതിലേക്ക് പോകേണ്ട മെയ് മാസത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഏപ്രിൽ പാതി അവരുടെ ജീവിതത്തിൻ്റെ യാത്ര, ആ ജീവിതയാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന ഒരു ഏപ്രിൽ പാതിയായി മാറുകയായിരുന്നു. ആ വളവുകൾ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ വളവിൻ്റെ പാതി എത്തുമ്പോൾ അവരുടെ ജീവിതം ആ വളവിൽ അവസാനിക്കുകയാണ്. എല്ലാ യാത്രകളിലും മക്കളെ കൂടി കൂട്ടുന്ന അധ്യാപകരുണ്ടായിരുന്നു. അവർ ഈ യാത്രയിലും ആ പതിവ് മുടക്കിയില്ല. ഈ യാത്രയിലും മക്കളെ കൂടെ കൂട്ടി ആ മക്കളിൽ ചിലരും ഇപ്പോൾ അവർക്കൊപ്പം ഇല്ലാതാവുകയാണ്. വൈകിട്ട് 4:08 സാജിദയുടെ ഒരു സ്റ്റാറ്റസ് കണ്ടു. പാചകത്തൊഴിലാളിയാണ് സാജിദ. യാത്രയ്ക്കിടെ സഞ്ചരിച്ച സ്ഥലങ്ങളുടെയൊക്കെ സ്റ്റാറ്റസാണ് അവിടെ ഇട്ടിരുന്നത്. അത് പിന്നീട് 5:45 വീണ്ടും അറിയുന്നത് അവരുടെ മരണവിവരമെന്ന സ്റ്റാറ്റസാണ്. സങ്കടക്കടലായി മാറുകയാണ് അമ്പലപ്പറമ്പിലെ ആ സ്കൂൾ മുറ്റം. പാങ് സ്കൂളിൽ നിന്ന് നമ്മൾ കാണുന്നത് അങ്ങേയറ്റം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. അവിടെ എത്തുന്നവർക്കൊക്കെ കണ്ണീരോടെ അല്ലാതെ അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വിട പറയാനായി എത്തുന്ന ഒറ്റനോക്ക് മാത്രം കണ്ട് അവിടെ നിന്ന് നീങ്ങണം. കാരണം 1 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിന് അനുവദിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ അവിടേക്ക് എത്തുകയാണ്. അവരെ നിയന്ത്രിക്കാൻ വൈറ്റ് ഗാർഡിൻ്റെയൊക്കെ വോളണ്ടിയേഴ്സ് ഏറെ പണിപ്പെടുന്നുണ്ട്. എങ്കിലും എടുത്തു കാണിക്കുകയാണ് ആ കുഞ്ഞിനെ. നിന്നെ പഠിപ്പിച്ച അധ്യാപികയാണ് കിടക്കുന്നത്. ആ മുഖം അവൻ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയില്ല. എഴുതി വച്ചിരിക്കുന്ന ഒരു പേരായി ആ ടീച്ചറുടെ അസ്തിത്വം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഓരോരുത്തരായി എത്തി ഓരോ അധ്യാപകരോടായി, ഒപ്പം സാജിദയോട് ഒക്കെ യാത്ര പറയുകയാണ്. നിരവധി പേർ ആ സ്കൂളിലേക്ക് എത്തുകയാണ്. അവർ വിട പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവരോടാണ്. ഒരു സങ്കടക്കടലല്ലേ നമ്മളവിടെ കാണുന്നത് ദീപക്? സുജിന, പാങ്ങിലെ GHSS അക്ഷരാർത്ഥത്തിൽ സങ്കടക്കടലായി മാറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ അങ്കണം ഒന്നടങ്കം നാട്ടുകാരെ കൊണ്ട് ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. വലിയ വെയിലുണ്ട്. പക്ഷേ ആ വെയിലിനെയൊക്കെ അതിജീവിച്ചവരെല്ലാം കാത്തു നിൽക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ടീച്ചർമാരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ മുൻപാണ് ആ മൃതദേഹങ്ങളിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടു. ആ സമയത്ത് തന്നെ അത് നേരത്തെ ക്രമീകരിച്ച ഫിൽറ്ററുകൾ സെറ്റിലേക്ക് എത്തിക്കാൻ പോലും വലിയ രീതിയിൽ പാടുപെടുന്ന രീതിയിൽ ആണ് വോളണ്ടിയർമാർക്ക് ഇടപെടൽ നടത്തേണ്ടി വന്നത്. ഇപ്പോൾ ഒരു വശത്ത് നിന്ന് ആശ ടീച്ചറും ഒപ്പം തന്നെ അജിത ടീച്ചറും തുടങ്ങിയ അങ്ങ് റബ്ലയും റുഖിയയും ഉൾപ്പെടെയുള്ള ജീവൻ പൊലിഞ്ഞ അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ എത്തി ആ ഒരു നോക്ക് കണ്ട് ഏറ്റവും ഒടുവിൽ അവർക്കൊരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുക